പാലക്കാട്ടെ ജനങ്ങൾക്ക് പാലക്കാടൻ കാറ്റ് കരിമ്പനകളിൽ കാറ്റ് പിടിക്കുമ്പോൾ പാലക്കാടിലെ ആൾക്ക് എന്ത് പറയണമെന്ന് നമ്മൾ അറിയണം അല്ലേ? പാലക്കാടിന് എന്ത് പറയാനുണ്ടോ നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ആകാംക്ഷ പാലക്കാടായിരുന്നു. അതെ അതെ അതെ, ആ വോട്ടെണ്ണുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചധികം തെരഞ്ഞെടുപ്പുകളിലെ പാലക്കാട് വലിയ ആകാംക്ഷയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിൽ ഏറ്റവും മാസ്റ്റർ പീസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. അത് ഷാഫി പറമ്പിൽ ഈ ശ്രീധരൻ പോരാട്ടം അങ്ങനെ കടുത്തല്ല, ഇഞ്ചോടിഞ്ഞ് വന്ന് ചങ്കിടിപ്പ് പറയുന്ന മട്ടിൽ അങ്ങോട്ട് പോയി ലാസ്റ്റ് കണ്ണാടി വരെ എത്തുമ്പോൾ അമ്മോ ഒന്നും പറയേണ്ട അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥയായി പോയി. ഇക്കുറിയും അങ്ങനെ തന്നെയാണോ കണ്ണാടിയിലേക്ക് എത്തുമെന്ന കാര്യം നമുക്കറിയില്ല. എന്തായാലും പാലക്കാട്ടെ ആൾക്കാർക്ക് രാവിലെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ശരി ശരി, അപ്പോൾ ആളുകളിലേക്ക് പോകുന്നു. രാവിലെ പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നല്ല പ്രവർത്തനങ്ങളുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ഇതിൽ പിഷാരടിക്കാണ് ഒരു ചാൻസ്. കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുമോ അതോ യു ഡി എഫ്? വികസനം കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് കാരണം കൊണ്ടാണ് പിഷാരടിക്കാൻ ചാൻസ്. കേരളത്തിൽ തുടർഭരണം ഉണ്ടാകുമോ അതോ യു ഡി എഫ് വരും? ഒരു മാറ്റം വരണം, വന്നാൽ നല്ലത്. ഇല്ല, പാലക്കാട് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ മണ്ഡലമാണിത്. സാധാരണഗതിയിൽ കോൺഗ്രസ്സാണ് ജയിച്ചു വരിക. ഇപ്രാവശ്യം നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. യു ഡി എഫോ എൽ ഡി എഫോ ഏതുമാകാം. കൂടുതലും സാധ്യത പിഷാരടിയാണെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു അവലോകനത്തിന് മുതിർന്നില്ല. പക്ഷെ എന്നാൽ ഒരു ശ്രമം മിക്കവാറും ഒന്നില്ലെങ്കിൽ പിഷാരടി അല്ലെങ്കിൽ NMR തന്നെയാണ്. മൂന്നാമത്തെ ഭരണത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കാം എന്തായാലും എന്താ സംഭവിക്കുന്നത് കണ്ടറിയാം. പാലക്കാട് പിഷാരടി കൊണ്ടുപോകും. യു ഡി എഫ് വരട്ടെ. യു ഡി എഫ് 10 കൊല്ലം അവർ ഭരിച്ചില്ലേ, ഇനിയിപ്പോൾ ഒരു മാറ്റങ്ങൾ വരണ്ടേ? BJP നല്ല ടൈറ്റ് ഫൈറ്റ് ഉണ്ടാവും, എന്നാലും പിഷാരടിക്ക് ഒരു മുൻതൂക്കം ഉണ്ടാവും. അങ്ങനെ UDF അങ്ങനെ ഭയങ്കര ലീഡോടെ ജയിക്കുന്ന വിശ്വസിക്കില്ല. എന്നാലും UDF ജയിക്കും വിചാരിക്കണ്ട, പക്ഷെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും LDF UDF തമ്മിൽ. അപ്പോ അവിടെ അകത്തേത്തറ NSS കോളേജ് പ്രധാന കൗണ്ടിംഗ് സ്റ്റേഷൻ അകത്തേത്തറയിൽ നിന്നും ചെയ്യുന്നു ഷാരിഖ് നവാസ്. ഷാരിഖ്, ഗുഡ് മോർണിംഗ്. അകത്തേത്തറയിൽ അകത്താര് പുറത്താര്? പിരായിരി എപ്പെണ്ണും ഷാരിഖ് ഇങ്ങനെ ചിരിക്കുന്നതൊക്കെ ആദ്യമായിട്ട് കാണുള്ളൂ. പറഞ്ഞു അടുത്ത സ്ട്രോങ് റൂമുകൾ കേരളത്തിലെമ്പാടും അങ്ങോളം ഇങ്ങോളം 140 മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂമുകൾ തുറക്കുകയാണ്. ചില സ്ട്രോങ് റൂമുകളിൽ ക്രോസ് ആയിട്ടുള്ള 2 കഷ്ണം പലക മാത്രമേ ഉള്ളൂ. ചിലത് ഒരു പലകയുടെ ഫ്രെയിം തന്നെയുണ്ട്. മൊത്തത്തിൽ അങ്ങനെ മാറ്റി വെക്കുന്നു. അവിടെ ആ ജനാലയ്ക്കുള്ളിലൂടെ, ആ പൊടിപിടി ജനാലയ്ക്കകത്തോട് നോക്കുമ്പോഴേക്കും EVMകൾ സുഖസൂക്ഷിപ്പിൽ ഇപ്പോഴും ഉറങ്ങുന്നത് കാണാം. ഒരു മാസം 26 ദിവസത്തെ ഉറക്കമാണ്. 1.5 വല്ലാത്ത ഉറക്കമായി പോയത്. 26 ദിവസത്തെ ഉറക്കം അത് പൂർത്തിയാകാൻ പോകുന്നു. അതിനുശേഷം പുറത്തേക്ക് പോകുന്നു. ഷാരിഖ്, ഗുഡ് മോർണിംഗ്. അപ്പൊ പറഞ്ഞോ, പിരായിരി എപ്പോ എണ്ണും? ഗുഡ് മോർണിംഗ് ഹാഷ്മി അസിത, വെരി ഗുഡ് മോർണിംഗ്. പിരാരി അല്പസമയത്തിനകം എണ്ണിത്തിറങ്ങും. ഞാനിപ്പോൾ നിൽക്കുന്നത് അകത്തേത്തറ NSS എഞ്ചിനീയറിംഗ് കോളേജിലാണ്. പാലക്കാട്, കോങ്ങാട്, മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ഇവിടെയാണ് നടക്കുന്നത്. അതായത് അല്പസമയത്തിനകം സ്ട്രോങ് റൂം ഉൾപ്പെടെ തുറന്ന് ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ്. അതിനുശേഷം സ്ട്രോങ് റൂം തുറന്ന് EVM മെഷീനുകൾ എണ്ണി തുടങ്ങും. എന്തായാലും നമ്മൾ ഏറെ സസ്പെൻസോടെ കാത്തിരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൻ്റെ റിസൾട്ട് അറിയാൻ തന്നെയാണ്. കാരണം വിവാദങ്ങളിലൂടെയും അതുപോലെ തന്നെ മറ്റുമൊക്കെയായി പാലക്കാട് മണ്ഡലം എന്നും കേരളത്തിൻ്റെ ഒരു ഹോട്ട് സീറ്റായി നിലനിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ഇപ്രാവശ്യം ഒരു സെലിബ്രിറ്റി കൂടെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് മണ്ഡലത്തിൻ്റെ റിസൾട്ട് അറിയാൻ കേരളത്തിലെ എല്ലാ ആളുകളും, അതായത് പാലക്കാട് മണ്ഡലത്തിലെ ആളുകൾ മാത്രമല്ല കേരളക്കരയെ ആകെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് മാത്രമല്ല തൃത്താല, അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് എന്ന് പറയുമ്പോൾ PK ശശിയൊക്കെ ഉൾപ്പെടെ മത്സരിച്ച വലിയ വിമത സ്ഥാനാർത്ഥിക്ക് ഉൾപ്പെടെ, അതായത് CPMന് വലിയ തലവേദനയായി ഉണ്ടാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് ഒറ്റപ്പാല. അതുപോലെ തന്നെ മലമ്പുഴയിലെ സുരേഷ്. അത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ 12 മണ്ഡലങ്ങളിലും തീ പാറുന്ന ഒരു പോരാട്ടം തന്നെയാണ് നടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു പല മണ്ഡലങ്ങളിലും. എന്തായാലും UDF വലിയ പ്രതീക്ഷ ഈ പാലക്കാട് മണ്ഡലങ്ങളിൽ വയ്ക്കുന്നുണ്ട്. പാലക്കാട് ഇപ്പോൾ നിലവിൽ 2 സീറ്റ് മാത്രമാണ് പാലക്കാട് UDFനുള്ളത്. അത് പാലക്കാടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.